നമ്മുടെ മക്കൾ ഈ കുടുംബത്തെ സ്നേഹിക്കണം, കുടുംബത്തോട് അടുക്കണം. അതിനെന്താ നമ്മൾ വേണ്ടത്? ആദ്യം കുടുംബം എന്നത് ആ കുട്ടി നോക്കിക്കാണുന്നത് നല്ല ഒരു രസമുള്ള സാധനമാണ്. ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കുന്ന ജീവിതത്തിന്റെ രസം കണ്ട് എൻ്റെ മക്കൾ പറയണം ഇതുപോലെ ഒരു കുടുംബം എനിക്കും വേണം എന്ന്. ഈ ഇരിക്കുന്ന എത്ര പേർക്ക് ഇടത്തെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും എൻ്റെ ഭാര്യൻ്റെയും ജീവിതം കണ്ടിട്ട് എൻ്റെ മക്കൾക്ക് കൊതിയാവും? എത്ര പറയാൻ പറ്റും? സംഭവമൊക്കെ നിങ്ങൾ ഭയങ്കര സംഭവമാണ്. സുബൈക്ക് പള്ളി പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഒക്കെ എനിക്കറിയാം, പണിക്കുമുണ്ട്. പക്ഷെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധം കണ്ട് നിങ്ങളുടെ മക്കൾ പറയോ ഇതുപോലത്തെ ഒരു കുടുംബം എനിക്ക് വേണമെന്ന്? ഞാൻ ഉറപ്പിച്ച് പറയില്ല. കല്യാണം നോക്കാൻ തുടങ്ങിയപ്പോ മകൾ ഉമ്മാന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, ഉമ്മ നോക്കണതൊക്കെ കൊള്ളാം, എനിക്ക് കല്യാണം നോക്കണതൊക്കെ കൊള്ളാം. ഉമ്മ ചോദിച്ചു, പിന്നെ എന്താ പ്രശ്നം? ബാപ്പാന്റെ പോലത്തെ വേണ്ടട്ടോ, ബാപ്പാന്റെ പോലത്തെ ഒരു ബന്ധം വേണ്ട. എന്താ മോളെ ബാപ്പാക്ക് കുഴപ്പം? നിങ്ങൾക്ക് അറിയില്ല എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞിരുന്ന ബാപ്പാക്ക് എന്താ കുഴപ്പം? എൻ്റെ പ്രിയപ്പെട്ട ആണുങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ആണിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് കോപം എന്ന വികാരമാണ്. ദേഷ്യം, മുൻകോപം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു വികാരത്തിന്റെ പേരാണ് കോപം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വികാരമാണ് ഈ കോപം, ദേഷ്യം പിടിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരച്ച് കാണിക്കുന്നിടത്ത് ചരിത്രം പറയുന്നത് ഈ പുഞ്ചിരിയുള്ള മുഖവുമായി സൗമ്യമായി നടക്കുന്ന മനുഷ്യൻ എന്ന. റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ, എപ്പോഴും മുഖത്ത് പുഞ്ചിരിയും, കണ്ടാൽ തന്നെ ഒരു സൗമ്യനുമാണ്, അല്ലേ? എല്ലാം അങ്ങനെയാണ്. ഭാര്യമാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടതും സൗമ്യതയോടെയാണ്. ദേഷ്യം പിടിച്ചു, മുഖം ചുവന്നു എന്നൊക്കെ വളരെ കുറച്ചു മാത്രമാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത്. ബാക്കിയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയമുള്ളവനാണ്, വളരെ സോഫ്റ്റ് ആണ്. നമ്മൾ റസൂല് പറഞ്ഞ നിസ്കാരമുണ്ട്, റസൂല് പറഞ്ഞ നോമ്പുണ്ട്, സുന്നത്തും ബിദ്അത്തും നോക്കി നടക്കുന്നു, അല്ലേ? പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ വരച്ചിട്ട കുടുംബ ജീവിതത്തിന്റെ പാഠങ്ങൾ മറക്കുമ്പോഴാണ് കുടുംബത്തെ പുതിയ തലമുറ പിന്തള്ളുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മൾ ഇത്തിരി ആളുകളെ കുടുംബമായി ജീവിക്കുന്നവരുള്ളൂ. ഇപ്പോ ഇനിയുള്ള ഒരു തലമുറ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ കുടുംബമായി ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനം ഏക സിവിൽ കോഡ് നടപ്പിലാക്കി. ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്താണെന്നറിയോ? ലിവിങ് ടുഗദർ ജീവിക്കുന്നവർക്ക് അവകാശങ്ങളുണ്ട്, അത് ഇന്നതാണ് എന്ന് എഴുതി വെക്കല. ഇപ്പൊ കുടുംബമില്ല, അവര് പറയാ ലിവിങ് ടുഗദർ, നിങ്ങൾ ഒരുമിച്ച് നിന്നോളൂ, ആവശ്യം കഴിയുമ്പോൾ പോയിക്കോളൂ. അതിൽ കുട്ടികൾ ഉണ്ടായിപ്പോയാൽ ആ കുട്ടികളുടെ അവകാശം എന്ത്, അവർക്ക് എങ്ങനെ സ്വത്ത് ഭാഗം വെക്കണം, ഇയാൾ മരിച്ചുപോയാൽ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരെ അത്തരം ഒരു നിയമം കേരളത്തിലില്ല, ഇന്ത്യൻ ഭരണഘടനയിലില്ല. എവിടെ എത്തി നമ്മുടെ കാലഘട്ടം എന്ന് ആലോചിച്ച് നോക്ക്. LGBTQIA++ എന്നതിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്യാണ്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, അല്ലേ? നിങ്ങൾ യൂട്യൂബൊക്കെ നിങ്ങളെ കുട്ടികൾ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിന് അടുത്തൊരു ട്രെൻഡ് ആയിരുന്നു, ആണ് പെണ്ണാവലും പെണ്ണ് ആണാവലും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇപ്പൊ ആ ട്രെൻഡ് കുറച്ചൊന്ന് മാറിയാണ്. കുറെ പെൺകുട്ടികൾ ആണുങ്ങളാവാൻ നടക്കുക, ആൺകുട്ടി പെണ്ണാവാൻ നടക്കുക. അങ്ങനെ നടന്ന് ഇപ്പൊ എല്ലാം കൂടി ഒരു കൊല. ഇപ്പൊ ആണും പെണ്ണില്ലല്ലോ, അല്ലേ? എല്ലാം കൂടി ഒരു കൊല. യൂണിസെക്സ് എന്നതിന് പറയാ, യൂണിസെക്സ്. എല്ലാവർക്കും ഒരു കോലം. പണ്ട് ചെരുപ്പ് എങ്ങനെ ഉണ്ടാവുക? ആൺകുട്ടിക്ക് വേറെ ചെരുപ്പ്, പെൺകുട്ടിക്ക് വേറെ ചെരുപ്പ്. ഷൂ എങ്ങനെ ഉണ്ടാവുക? ആണിന് വേറെ ഷൂ, പെണ്ണിന് വേറെ ഷൂ. ഇപ്പൊ ഷൂ എങ്ങനെയുള്ളത്? എങ്ങനെയുള്ളത്? നിങ്ങൾ പറയും. ചെരുപ്പ് എങ്ങനെയുള്ളത്, ഷൂ എങ്ങനെയുള്ളത്? പീടിയെ പോയി കണ്ട് ഇത് ആണ്ടതാണോ പെണ്ണെന്ന് വെച്ചാൽ പീടിയക്കാരൻ തന്നെ അറിയില്ല. നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾ എടുത്തോളി, അല്ലേ? ജീൻസോ ഷർട്ടോ, ഇനി എന്തല്ലാത്ത? നിങ്ങളെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ, പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഉമ്മയുമായി പ്രശ്നം ഉണ്ടാക്കും. എന്തിനറിയോ? പെൺകുട്ടി ഉമ്മനോട് പറയും, ഉമ്മ എനിക്ക് മുടി നീട്ടണ്ട, മുടി മുറിക്കണം, ഇത്ര മതി. പെൺകുട്ടി പറയും, അല്ലേ? നിങ്ങളെ പെൺകുട്ടി പറയില്ലേ, ഇത്ര മുടി മതി. ഉമ്മ പറയും, മോളെ ഒരു പെണ്ണിന്റെ കോലുണ്ടാണെങ്കിൽ മുടി ഉണ്ടായിക്കോട്ടെ,
എന്നൊക്കെ പറഞ്ഞ് ഉമ്മ പ്രശ്നം ഉണ്ടാക്കും. പെൺകുട്ടി സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും കത്രിക എടുത്ത് അവൾ മുടി വെട്ടും. എന്നിട്ട് ഇത്ര മുടി. പെൺകുട്ടി മുടി വെട്ടാൻ പ്രശ്നം. ആൺകുട്ടി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ആൺകുട്ടി മാപ്പി തമ്മിൽ കച്ചറ. എന്താ? പോയി വെട്ടടാ മുടി. അവൻ പറയണ ഞാൻ നീട്ടും, പെണ്ണ് പറയണത് ഞാൻ വെട്ടും. നമ്മളാകെ കൺഫ്യൂഷൻ ആയി നിൽക്കുന്നത്, ഏതാ പാണ് ഏതാ പെണ്ണ്. എല്ലാത്തിനും ഒരു പാന്റ്, എല്ലാത്തിനും ഒരു കുപ്പായം അല്ലേ? ആൺകുട്ടിന്റെ തലയിൽ അപ്പൊ ഹെയർ ബാൻഡ് ഒക്കെ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ പെൺകുട്ടിയുടെ ഹെയർ ബാൻഡ് ഒക്കെ ഒഴിവാക്കി. ഹെയർ ബാൻഡ് എന്ന സാധനം പണ്ട് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്, പാക്കോല ഒഴിവാക്കി. ഇപ്പൊ ആൺകുട്ടി ഹെയർ ബാൻഡ്, പെൺകുട്ടി ഇപ്പൊ മുടിയൊക്കെ അയച്ചിട്ട് ഭൂ. എല്ലാം കൂടി തല തിരിഞ്ഞിട്ട് ആണേതാ പെണ്ണേതാന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു കോലം. എവിടെ എത്തി? ഇതിന്റെ ഇടയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ കുടുംബം ഉണ്ടാക്കാൻ പോണത് അല്ലേ? ഇനി കല്യാണം കഴിക്കാൻ പോണ പുതിയ ആൾക്കാർക്കൊക്കെ നല്ല സുഖ. ഒരു പാന്റ് ഒരു കുപ്പായി എടുത്താൽ മതി, ഓനൂടെ കൂടാല്ലോ. നമ്മളൊക്കെ പണ്ട് പെണ്ണിനൊരു ചുരിദാർ, പെരുന്നാളിന് എന്തൊക്കെ ഒപ്പിക്കണം, ഇപ്പൊ എന്ത് രസ. ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത കുറെ മക്കള്. എന്നിട്ട് ഇന്റർനെറ്റിന്റെ മൊബൈൽ ഫോണിന്റെ ലോകത്ത് അവരിങ്ങനെ അഭിരമിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ മുഴുവൻ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതും ആരാ നിങ്ങൾക്കറിയോ? അവരുടെ പദം എന്താണെന്നറിയോ? കുട്ടികളെ ഞാൻ കാണുന്നില്ല ഇതില്. കുട്ടികളോട് ചോദിച്ചു നോക്കി, അവർ പറയുന്ന ഒരു പദം ഇൻഫ്ലുവൻസർ എന്നാണ്. മൊബൈൽ ഫോണിൽ, യൂട്യൂബില്, ഇൻസ്റ്റഗ്രാമില്, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ അവർ പറയുന്ന പേര് ഇൻഫ്ലുവൻസർ എന്നാണ്. എപ്പോഴും ഈ കുട്ടി കാണുന്ന ചില ഷോർട്സ് ഉണ്ടാവും. അത് മേക്കപ്പിന്റെ വീഡിയോകളായിരിക്കും, ചിലപ്പോൾ പാചകത്തിന്റെ വീഡിയോകളായിരിക്കും, ചിലപ്പോൾ വീട് ഇങ്ങനെ ഒരുക്കുന്ന വീഡിയോകളായിരിക്കും, ഡ്രസ്സിങ്ങിന്റെ വീഡിയോകളായിരിക്കും. കുട്ടിയായ ആ പെണ്ണിന് പറയുന്ന പേരെന്താ അറിയോ? ഇതാണ് എൻ്റെ ഇൻഫ്ലുവൻസർ. എന്താ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ? എന്താ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ? ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എന്താ അർത്ഥം? എന്താ? അയാളെ ബാധിക്കുക എന്നാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ്. ഉണ്ടല്ലേ? അപ്പൊ ഇയാളാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കുട്ടിക്ക് പ്രശ്നമില്ല, യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും എന്തു പറയുന്നു എന്നാണ് ഇവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇഷ്ടായി. ബാപ്പ പറഞ്ഞു ഞാനൊന്ന് അന്വേഷിക്കട്ടെ, മാമന്മാര് പറഞ്ഞു ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഈ പെൺകുട്ടി പറഞ്ഞു ആരും അന്വേഷിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം. ബാപ്പ ചോദിച്ചു അതെന്താ അന്വേഷണ? ഈ ഉപ്പാക്ക് എന്തിന്റെ കേടാ? നിങ്ങൾ നാട്ടിൽ ചെന്ന് ഈ ചെക്കനെ കുറിച്ച് ചോദിച്ച ഒരു മനുഷ്യനും അറിയില്ല അവനെ കുറിച്ച്. അവൻ അപ്പുറത്തേക്ക് ഇറങ്ങണ്ടേ? നിങ്ങളെ മക്കൾ ആരെയും പുറത്തേക്ക് ഇറങ്ങല്ലോ ഉണ്ടോ? ആൺകുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ആൺകുട്ടി പുറത്തേക്ക് ഇറങ്ങല്ലോ? നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഈ ആൺകുട്ടിന്റെ കോലം എന്താന്ന് വെച്ചാൽ ആർക്കറിയാം? ഓനാരോടും മുണ്ടലുമില്ലല്ലോ. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ അല്ലേക്ക, തല പൊന്തിക്കൂലല്ലോ. തല പൊന്തിച്ചാലല്ലേ ആരെയും കാണുള്ളൂ, ഉണ്ടോ? അപ്പൊ ഈ ചെക്കൻ ആരും അറിയില്ല. ഈ പെൺകുട്ടി പറഞ്ഞു ബാപ്പാ നിങ്ങൾ അന്വേഷിച്ച ഒന്നും കിട്ടൂല, ഞാൻ അന്വേഷിച്ചോളാം. ബാപ്പ ചോദിച്ചു നീ എവിടെ ചെന്ന് അന്വേഷിക്കും? അതിന് ചെല്ലൊന്നും വേണ്ട. ആ ചെക്കന്റെ ഫേസ്ബുക്കിന്റെ ഐഡിയും ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയും കിട്ടിയാൽ മതി. എന്നാലോ ഇൻസ്റ്റഗ്രാമിൽ അവൻ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റും അവനിടുന്ന സ്റ്റോറിയും നോക്കിയാൽ അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങള് പുതിയ തലമുറ ചെക്കനെ കുറിച്ച് അന്വേഷിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിന്റെ അപ്പൊ വിളിച്ചു ചോദിക്കുന്നത് എന്താ? ഭർത്താവിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പെണ്ണിന്റെ ഉപ്പ ചോദിക്കുക നിങ്ങളെ മോന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി ഒന്ന് തരുമോ? എന്തിനാ? അന്വേഷിക്കാനേ. ഫേസ്ബുക്കിന്റെ ഐഡി തരുമോ? ഈ രണ്ട് ഐഡിയിലും ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കൂട്ടുകാരും ചേർന്ന് കയറി നോക്കിയപ്പം ഒരു കാര്യം മനസ്സിലായി, ഈ പെൺകുട്ടിയുടെ ഇൻട്രസ്റ്റ് അല്ല ഈ ചെക്കനുള്ളത്. അത് റിജക്ട് ചെയ്തു. ആ ചെക്കൻ ശരിയാവില്ല, അടുത്ത ആള് വരട്ടെ. പക്ഷെ വരുന്ന ആൾക്ക് ഇൻസ്റ്റഗ്രാം ഐഡി വേണം, ഫേസ്ബുക്ക് വേണം. പുതിയ കാലഘട്ടത്തിൽ കുടുംബം ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കുടുംബം 2025 നമ്മുടെ പ്രത്യേകത എന്താ? 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഒന്ന് കൈപൊക്കി. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഒന്ന് കൈപൊക്കി, ആണുങ്ങളും പെണ്ണുങ്ങളും. ശരി, നിങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്താ? നിങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾ ജനിച്ചത് ഏത് നൂറ്റാണ്ടിലാ? 20-ാം നൂറ്റാണ്ടില്. വെറുതെയാണോ കുട്ടികൾ പറയണത് നിങ്ങളൊക്കെ ഒരു നൂറ്റാണ്ട് ബാക്കിലാണ്? അപ്പൊ എന്റെയും നിങ്ങളെയും പ്രത്യേകത എന്താ? 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചിരിക്കുന്നു നമ്മള്. പക്ഷെ നമ്മൾ ജനിച്ചതിന് ശേഷം നൂറ്റാണ്ട് മാറി. നമ്മുടെ കുട്ടിയോ ജനിച്ചത് ഏത് നൂറ്റാണ്ടിലാ? വരട്ടെ കേട്ട്, ഏത് നൂറ്റാണ്ടിലാ?
21-ാം നൂറ്റാണ്ടില് അവൻ ജീവിക്കിയത് നൂറ്റാണ്ടിലാ, 21-ാം നൂറ്റാണ്ടിൽ മരിക്കിയത് നൂറ്റാണ്ടിലാ, 21-ാം നൂറ്റാണ്ടില്. നമ്മുടെ കുട്ടി ഒരൊറ്റ നൂറ്റാണ്ടേ കാണൂ. നമ്മളോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മക്കളുണ്ട് അല്ലേ? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുന്നു, മാറ്റേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ആ പുതിയ തലമുറയും കാലഘട്ടവും നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി എന്താണ് ഈ കുടുംബം, എങ്ങനെയത് മുന്നോട്ട് കൊണ്ടുപോവുക? ഈ ആധുനിക കാലത്ത് ഇത് എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? ഞാൻ വളരെ ചുരുക്കി മാത്രം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം ഉണ്ടോ, ഒരുപാട് നേരം നീട്ടി പറയണമെന്നില്ല, ഞാൻ ചുരുക്കി പറഞ്ഞ് നിർത്താം. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. പുതിയ കാലഘട്ടത്തിൽ ഒരു കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ഇരിക്കുന്ന ആളുകൾക്ക് സ്വന്തമായി സ്കൂട്ടർ ഇല്ലാത്തവരൊന്ന് കൈവക്കി. സ്കൂട്ടർ സ്വന്തം ആണുങ്ങളോടാ ചോദ്യം. സ്വന്തമായിട്ട് സ്കൂട്ടർ ഇല്ലാത്തവരില്ലല്ലോ. കാറ് സ്വന്തമായിട്ടുള്ളവരൊന്ന് കൈവക്കി. കാറ് ഉണ്ടോ? ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഒരു നേട്ടം എന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പണ്ട് ഒരു സൗകര്യമില്ല. നമ്മൾ ജനിച്ചതെന്ന 20-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 1975-ലും 1980-ലും ഒക്കെ ജനിച്ച ആൾക്കാരാണ് നമ്മൾ. അതാണല്ലോ 25 എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെയാ പ്രശ്നമുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താ പ്രശ്നമുള്ളത്? കുടുംബമാവാൻ, കുടുംബ ബന്ധം മറ്റുള്ള ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവാൻ ചില കാര്യങ്ങളും ഉണ്ട്. അത് മാത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ കുടുംബം ശരിയാവും. മാത്രം മതി. അതെന്താ? ബന്ധങ്ങൾ എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ബന്ധമുണ്ട്. സുഹൃത്ത് ബന്ധം, അയൽപക്ക ബന്ധം, പ്രസ്ഥാന ബന്ധം, എന്താ നിങ്ങൾ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബന്ധം, ഒക്കെ ബന്ധം. അതിന്റെ കൂടെ ഉള്ളൊരു ബന്ധത്തിന്റെ പേരാണ് കുടുംബ ബന്ധം. എന്താ ഇതിന്റെ വ്യത്യാസം? മറ്റുള്ള ബന്ധങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമാണ് കുടുംബ ബന്ധം. കാരണം കുടുംബ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം ഒരു സാധനം വേണം. ആദ്യം അതുണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ബാക്കി സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് ഇല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ വേറെ എന്തിനും കാര്യമില്ല. എന്തിനും കാര്യം. ആദ്യം എന്താ വേണ്ടത്? ഫസ്റ്റ് വൺ, അതിന്റെ പേരാണ് ഇഷ്ടം. മറക്കരുത് നിങ്ങൾ. ഞാൻ പറഞ്ഞ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇഷ്ടം. അതെന്താ അങ്ങനെ പറഞ്ഞ? കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനം, അടിത്തറ, ആധാരശില അതിഷ്ടം. ഇഷ്ടം വേണം. ആർക്ക്? ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടണം. ഭർത്താവ് ഭാര്യയെ ഇഷ്ടപ്പെടണം. നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഇഷ്ട ഭർത്താവിന്? അല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. കെട്ടി മക്കളായി പെട്ടു, ഇങ്ങനെ പോട്ടെ, വണ്ടി പോട്ടെ അല്ലേ? ഭർത്താവിന് നിങ്ങളെ ഇഷ്ടമാണോ? ഇസ്ലാമില് ഒരു പെണ്ണ് കാണുക എന്ന ഏർപ്പാടുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണ് പെണ്ണിനെ കാണണം, പെണ്ണ് ആണിനെയും കാണണം, നിർബന്ധമാണ്. അത് ഉമ്മ കണ്ടിട്ട് കെട്ടിക്കോളി, അതൊന്നും പറ്റൂല. ചെക്കനും പെണ്ണും കാണണം. കണ്ട പോരാ, കണ്ട് എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. പോകുമ്പോൾ ചോദിക്കും, പെണ്ണിന്റെ ഉമ്മയും പാപ്പയും ചോദിക്കും, നിനക്ക് ഇഷ്ടമായോ? ഈ പെൺകുട്ടി പറയാണ് ഇല്ല എങ്കിൽ ആ കല്യാണം ഒരു കാരണവശാലും നടത്തരുത്. ഇഷ്ടമാവാത്ത ഒരാളെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അതിനാ പെണ്ണ് കാണുന്നത്. ചെക്കൻ പറഞ്ഞു എനിക്കിഷ്ടായി, ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു പെണ്ണ് അല്ലേ? ഓരോ മനുഷ്യനെയും അള്ളാഹ് സൃഷ്ടിച്ചത് വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളോടെ കൂടിയാണ്. 3 പേര് പെണ്ണ് കാണാൻ വന്നു. ഒരു പെണ്ണിനെ 3 ആള് പെണ്ണ് കാണാൻ വന്നു. 3 ആൾക്കും ആ പെണ്ണിന് ഇഷ്ടായില്ല. ആ പെണ്ണിന് ഒരു സങ്കടം. 4ാമത്തെ ആള് വന്നപ്പം അയാൾ പറഞ്ഞു എനിക്ക് ഇത് തന്നെ മതി, ഞാൻ തെരഞ്ഞെടുന്നൊരു പെണ്ണ്. ആ പെണ്ണ് ഞെട്ടിയ 3 ആൾക്കും പറ്റിയില്ലല്ലോ, ഇയാൾക്കും തന്നെ പറ്റിയത്. എന്താ പറ്റിയത്? അതാണ് പടച്ചോൻ. ഓരോ മനുഷ്യനും ഓരോ താല്പര്യമാണ്. ചില ആൾക്കാർക്ക് തടിച്ച മുകളുള്ള പെണ്ണിനെ ഇഷ്ടം, ചില ആൾക്കാർക്ക് മെലിഞ്ഞ മുകളുള്ള പെണ്ണിനെ ഇഷ്ടം അല്ലേ? ചില ആൾക്കാർക്ക് നീണ്ട പെണ്ണ്, ചെറിയ പെണ്ണ്. ആണുങ്ങളെ അങ്ങനെ തന്നെ, കറുത്ത ആണുങ്ങൾ ഇഷ്ടമുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട്.
വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് ഓൻ കറുത്തിട്ടാണ് ഉമ്മ, എനിക്ക് കറുത്ത മതി ഉമ്മ. ഉണ്ടോ? കറുത്താണ് നിങ്ങളെ ഇഷ്ടം. മനുഷ്യന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമാണ്. പക്ഷേ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം എങ്കിൽ, കുടുംബമാവണം എങ്കിൽ ആദ്യം വേണ്ടത് ഇഷ്ടമാണ്. ഇനിയോ ഞാനും നിങ്ങളും ഒക്കെ കല്യാണം കഴിച്ചിട്ട് കാലത്തറായി, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല റൂമുണ്ടോ, AC ഉണ്ടോ, നല്ല ഡ്രസ് ഉണ്ടോ, പുറത്ത് ഇന്നോവ കാറുണ്ടോ, സൗകര്യങ്ങൾ സകലതും ഉണ്ടോ, സ്വത്തുണ്ടോ, പക്ഷേ കൂടെ ജീവിക്കുന്ന ആളെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ തിരിച്ചറിയുക, നിങ്ങളുടെ കുടുംബം നോക്കണം. പിന്നെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം, ആ ബന്ധം സുദൃഢമാവാൻ ആദ്യം എന്തു വേണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയോ? എൻ്റെ ഭാര്യക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഞാൻ പെരുമാറണം. ഇനി എൻ്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങളൊക്കെ ചിന്തിച്ചോക്ക്, അങ്ങനെയാണോ? എൻ്റെ ഭാര്യക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കണം, എൻ്റെ ഭാര്യക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഞാൻ നടക്കണം, എൻ്റെ ഭാര്യക്ക് ഇഷ്ടമുള്ള മണം എൻ്റെ മണമാവണം. അപ്പോഴോ എൻ്റെ ഭാര്യക്ക് എന്നെ ഇഷ്ടമാവും. ഇഷ്ടമായാലോ ഇനി ഒരു പ്രശ്നമില്ല, ബാക്കിയൊക്കെ ശരിയാവും. ഇനി തിരിച്ചു നോക്കൂ, എൻ്റെ പ്രിയമുള്ള ഭാര്യമാർ, തിരിച്ചു നോക്കൂ, ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കൂ. ഭർത്താവിന് ഇഷ്ടമാണോ നിങ്ങളുടെ സ്വഭാവം? ഭർത്താവിന് ഇഷ്ടമാണോ നിങ്ങളുടെ പെരുമാറ്റം? ഭർത്താവിന് ഇഷ്ടമാണോ നിങ്ങളുടെ സംസാരം? നോക്ക്, നീ ഇങ്ങനെ പറയരുത് എനിക്കിഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഭർത്താവ് പറയാൻ തുടങ്ങിയത് താങ്കളോട്, അല്ലേ? എനിക്കിഷ്ടമല്ല ഇങ്ങനെ പറയരുത്. അന്ന് തുടങ്ങി നമ്മളിത് പറയാൻ ഇപ്പോഴും നിർത്തിയില്ല. അതുകൊണ്ട് അയാൾ നമ്മൾ ഇഷ്ടപ്പെടില്ല. ഭാര്യനെ കാറിന്റെ മുന്നിലെ സീറ്റിലേക്ക് വലിച്ചു കെട്ടിട്ടിട്ട് കാർ ഓടിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക കൗൺസിലിങ്ങിന്. ഓളെ മോന്തത്ര ഉണ്ട് വീർത്തിട്ട് ഉണ്ടോ? അയാൾക്ക് ചെങ്കല്ല് വെട്ടിന കോറിയിൽ സൂപ്പർവൈസറാ ചങ്ങായി, കംപ്ലീറ്റ് ഹിന്ദിക്കാരാ. ഇവരെ ചീത്ത പറഞ്ഞ് ഇയാൾക്ക് മടുത്തിന്. ഹിന്ദിക്കാരങ്ങൾക്ക് അറിയാലോ. ഈ ടെൻഷനൊക്കെ കൂടിയിട്ട് ഇയാൾ പൊരേക്കണ്ട് വരും. ഭർത്താവ് പൊരേക്ക് ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ ഈ ഹിന്ദിക്കാരോടുള്ള ദേഷ്യം ആരോട് തീർക്കും? പെണ്ണുങ്ങളോട് തീർക്കും, ഉറപ്പല്ലേ? ദേഷ്യം എവിടെയെങ്കിലും തീർക്കേണ്ടത്. അപ്പൊ ഈ ദേഷ്യം പെണ്ണുങ്ങളോട് തീർക്കും. ഈ ദേഷ്യം പെണ്ണുങ്ങളോട് തീർക്കുമ്പോ ഈ പെണ്ണെന്താ ചെയ്യാന്നറിയോ? വിട്ടുകൊടുക്കൂല. ഇയാള് പറയുന്നു മിണ്ടാൻ തട്ടോ, എൻ്റെ അടുത്തുനിന്ന് കിട്ടും, എന്നാ ഒന്ന് കല്യാണി നോക്കട്ടെ, ഒന്ന് കാണണല്ലോ, ഇതാണ് ഒഴിവാക്കിയാൽ മതി. ഈ പെണ്ണിങ്ങനെ അങ്ങോട്ട് വന്ന് ആ ഹിന്ദിക്കാർക്ക് കിട്ടാനുള്ള തല്ല് മുഴുവൻ ഓള് വാങ്ങിയേക്കും. ഒക്കെ ചോദിച്ച് ഇങ്ങനെ വാങ്ങും, തെരി എറിഞ്ഞുണ്ട്. ഇയാളാകെ അങ്ങോട്ട് പ്രശ്നവും. പിന്നെ ആ വീട്ടിലൊരാഴ്ച കുട്ടികൾ പട്ടിണി. ഈ പെണ്ണൊന്നും ഉണ്ടാക്കൂല. ചപ്പാത്തി കമ്പനി ഉള്ളതുകൊണ്ട് കുറെയൊക്കെ രക്ഷപ്പെട്ടു പോകും. ഒരാഴ്ച പട്ടിണി, ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ പെണ്ണൊക്കെ ഒന്ന് ശരിയായി വരുമ്പോഴേക്ക് ഇയാൾ പിന്നെയും ഈ പ്രശ്നം. ഇത് നടന്നുകൊണ്ടേ നിൽക്കണം. അയാൾ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്നോട് പറയാണ്, സാറേ നിങ്ങൾ ഇവളോടൊന്ന് പറയണം. ഓളെ ഇരുത്തിയാ പറയണേ. ഞാൻ ചോദിച്ചു എന്ത്? ഞാൻ ദേഷ്യത്തിൽ നിൽക്കുമ്പോ ഓളോടൊന്നും ഉണ്ടാക്കാൻ പറയും. ഞാൻ പറഞ്ഞ അത് ഇങ്ങക്കാണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഓള് കേൾക്കില്ലേ? ഞാനൊന്ന് പറയാൻ നിൽക്കണം. ഇതിനോട് ഇത്രയും ദൂരം വണ്ടി വിളിച്ചു വന്ന് മനുഷ്യനാണ്. അയാൾ പറയണേ, സാറേ കല്യാണം കഴിഞ്ഞിട്ട് 14 കൊല്ലായി. ആദ്യത്തെ രാത്രി മുതൽ ഞാൻ ഇവളോട് പറയുന്നുണ്ട്, ഞാൻ ദേഷ്യം പിടിക്കുന്ന ആളാണ്. ഞാൻ ദേഷ്യം പിടിക്കുമ്പോ ഒന്നും ഉണ്ടാന്നാ മതി, എന്റെ ദേഷ്യം പോയി കഴിഞ്ഞാൽ എന്നെ തല്ലിക്കോ, ഞാൻ നിന്നുതരാം. പക്ഷെ ദേഷ്യം പിടിച്ചേക്കുമ്പോ എൻ്റെ അടുത്തേക്ക് വരരുത്, അടി കിട്ടും എൻ്റെ അടുത്തുനിന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ഓളെ വാങ്ങിക്കൊണ്ടേ നിൽക്കണം. എൻ്റെ അടുത്ത് വന്നപ്പോഴുണ്ട് മോന്തമ്മ കയ്യിൻ്റെ അടയാളം. എന്താ നമ്മൾ ചെയ്യുക? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ല വഴി. ഇഷ്ടമുള്ളത് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല വഴി. അപ്പോഴോ കൂടെ ജീവിക്കും എന്തൊരു രസം ഉണ്ടാവുന്നവര്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിനോ? അപ്പൊ ഇനി നിങ്ങളിങ്ങനെ ആലോചിച്ചോ, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് എനിക്കിഷ്ടം. നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലുക, ഇന്നലെ ചോദിച്ചോക്കെ നിങ്ങളെ ഇഷ്ടം എന്തൊക്കെയാന്ന് ചോദിച്ചോക്കി. ഭാര്യക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് എന്ന് 30 കൊല്ലം കൂടെ ജീവിച്ചിട്ട് അറിയാത്ത ഭർത്താക്കന്മാരുണ്ട്. ഇഷ്ടം. അപ്പൊ എങ്ങനെയൊക്കെയാ നമ്മുടെ പെരുമാറ്റം, സ്വഭാവം, സംസാരം എല്ലാം
തൻ്റെ ഇണക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കുടുംബ ബന്ധം സുദൃഢമാണ്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുകൊണ്ട് കുടുംബം എന്നത് ഒരു മത്സരമാണ് എന്ന് നിങ്ങൾ അറിയണം. ആ മത്സരത്തിന്റെ പ്രത്യേകത എന്താ? ആ മത്സരം എനിക്ക് എൻ്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടത് അവക്ക് കൊടുക്കാനുള്ള ഒരു മത്സരമാണ് ഭർത്താവ് ഉണ്ടാക്കേണ്ടത്. ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് കൊടുക്കാനുള്ളത് ഉണ്ടാക്കേണ്ടത്. ഇപ്പോ പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബാപ്പ നയിച്ചു കൊണ്ടുവരും, അല്ലേ? അങ്ങനല്ലേ കൊണ്ടുവരും. പുരയിൽ എപ്പോഴെങ്കിലുമൊക്കെ മീൻ ഉണ്ടാവുള്ളൂ, അങ്ങനല്ലേ? മാവൂരും എന്നൊന്നും മീൻ വാങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. മീൻ കിട്ടണ ദിവസം ഉമ്മ മീൻ പൊരിക്കും. മീൻ പൊരിക്കാൻ അന്ന് ഇന്നത്തെ പോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നുമില്ല, എയർ ഫ്രയർ ഒന്നുമില്ല. ഉള്ളത് ദോശ ഇടുന്ന ചട്ടി തന്നെ മീനും പൊരിക്കുക. ആ ചട്ടിയിൽ മീൻ പൊരിച്ചാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ പകുതി മീൻ ചട്ടി തന്നെ ഉണ്ടാവും, മുള്ളു മാത്രമേ കിട്ടുള്ളൂ. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ മീനൊക്കെ കൂടി പറ്റി പിടിച്ച് പൊരിച്ച മീനിൽ ഏറ്റവും നല്ല ഒരു കഷ്ണം ഉമ്മ മാറ്റി വെക്കും. ആർക്ക്? ഉമ്മ മീൻ പൊരിച്ചപ്പോ ഒരു കഷ്ണമൊക്കെ നല്ല കിട്ടുള്ളൂ, ബാക്കിയൊക്കെ മുള്ളുമ്പോ പോയിണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിണ്ടാവും. എല്ലാം കൂടി ഒരു അപകടം നടന്ന സ്ഥലമായിട്ടുണ്ടാവും മീൻ പൊരിച്ചേക്കുമ്പോ. പക്ഷെ കിട്ടണ നല്ലൊരു കഷ്ണം ഉമ്മ മാറ്റി വെക്കും. ആർക്ക്? നിങ്ങൾ പറയും കേക്കട്ടെ, നിങ്ങൾക്ക് ഉമ്മനും പാപ്പനും കണ്ട് പരിചയം ഉണ്ടോ നോക്കട്ടെ. ആർക്ക് അമ്മ മാറ്റി വെച്ച്? പാക്ക്. നിങ്ങളൊക്കെ കണ്ടില്ലേ? എന്നിട്ട് ചോറ് തിന്നാൻ വേണ്ടി ഉപ്പ അങ്ങോട്ട് വന്നിരുന്നാൽ ഉമ്മ സ്നേഹിക്കുക മക്കളെല്ലാം ഉപ്പനെയാണ്. പാപ്പരാണ്ട് പാപ്പ ഒരു സംഭവമാണ്. പാപ്പ വന്നിരുന്നാലോ അമ്മ വിളമ്പിക്കൊടുത്ത് കൂടൊക്കെ നിന്ന് ആ നല്ല മീൻ പൊരിച്ചത് പാപ്പ കണ്ടു കൊടുക്കും. മക്കൾ എത്ര ചോദിച്ചാലും ആ മീൻ പൊരിച്ചത് കിട്ടൂല. അത് നയിച്ചു കൊണ്ടുവരുന്ന പാപ്പകളാണ്. നിങ്ങൾക്ക് തിന്നാ മതി, ഓക്കെ? വറ്റ് ഭർത്താവിന് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് ജീവൻ നിലനിർത്തിയ ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കണ്ടങ്ങള് ആ സാധനം ഇങ്ങനെ മീൻ പൊരിച്ചാണ്ട് കൊടുത്ത് ബാപ്പ ചോറൊക്കെ തിന്ന് എണീറ്റു. എന്തോ ഒരു രസമുണ്ട് അല്ലേ? അപ്പൊ ബാപ്പാക്ക് ഇതൊക്കെ ഇഷ്ടാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, നിങ്ങളെ വീട്ടിൽ മീൻ പൊരിക്കല്ലേ? ഇല്ലേ? എന്നും പൊരിക്കല്ലേ? ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കഷ്ണ കിട്ടല്? എന്ത് കഷ്ണ കിട്ടല്? മീനൊക്കെ കൂടി പൊരിച്ച് മുമ്പ് കൊണ്ടുവച്ചപ്പം കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് വാല് മതി, അല്ലേ? ആ വാലിന്റെ കുറ്റിയും തലന്റെ കഷ്ണവും പൂവൊക്കെ അല്ലേ നിങ്ങൾക്ക് കിട്ടല്? ആ വാപ്പാക്ക് കൊടുത്തേക്ക്, വാപ്പ നന്നാക്കിക്കോളും എന്നറിയാം. എന്ത് ആ മുള്ളൊക്കെ ഇങ്ങനെ നന്നാക്കി, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞാനൊക്കെ ചെറുപ്പത്തില് ഉമ്മ ബാപ്പക്ക് മീൻ പൊടിക്കണ ഇങ്ങനെ കൊടുക്കണേ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഞാനൊരു വാപ്പായ എനിക്ക് നല്ല ഭക്ഷണം കിട്ടിയേക്കും. ചുരുക്കി പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോ കിട്ടുന്നിട്ടും പിന്നെ ഹോട്ടലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കയറി കണ്ടില്ലേ, ആണുങ്ങൾ ഹോട്ടലിൽ കയറിയാണ്ട് ഒരു കഷ്ണം ആവോലി എന്നൊക്കെ പറഞ്ഞു 150 ഉറുപ്പ്യക്കൊക്കെ ഒരു നല്ല കഷ്ണം ആവോലി വാങ്ങി തിന്നാനുള്ള പൂതിയാണ്. ഇത് പൊരേ കിട്ടൂലേ? പൊരേ കിട്ടിയതിന് തലല്ലേ കിട്ടുക, തലന്റെ ഒരു പക്കോ മൂലെ അതെന്തേ കുട്ടികൾ നിർത്ത്. നമുക്കെന്താണുള്ളത്? നമുക്കൊന്നുമില്ല, അല്ലേ? ചിലപ്പോൾ വൈകുന്നേരമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കട്ടൻ ചായ ഒക്കെ കുടിക്കുമ്പോഴേക്കും എന്താണ് ഉള്ളത് കുട്ടികൾ നിർത്ത്. ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഭാര്യ പെരുമാറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ വെല്ലിമ്മ മരിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ വെല്ലിപ്പാക്ക് ഇങ്ങനെ കാലിടറുക, നടക്കുമ്പോ ഇങ്ങനെ വല്യപ്പ വീണു പോവുക. വല്യമ്മാന്റെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവച്ചപ്പോ വല്യപ്പാക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം എന്താ? വല്യപ്പ അത്രയും എൻ്റെ വല്യമ്മയും വല്യപ്പയെയും അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു. എന്താ ഇപ്പോഴോ അപ്പൊ ഒരു മുൻകഴിഞ്ഞ തലമുറക്ക് ഒരു ക്ലാസും കിട്ടാതെ അവര് പരസ്പരം ഇഷ്ടത്തോടെ ജീവിച്ചു. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക, ഇഷ്ടമുണ്ടാകുമ്പോ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഇഷ്ടമുണ്ടായാൽ ഇഷ്ടമുള്ളതെല്ലാം ഭംഗിയുള്ളതാണ്. നിങ്ങൾ മറന്നു പോരുത് തോന്നുന്നു. ഇഷ്ടമുള്ളതെല്ലാം ഭംഗിയുള്ളതാണ്. ഭംഗിയുള്ളതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല, പക്ഷേ നമുക്കിഷ്ടമുള്ളത് ഭംഗിയുള്ളതാണ്. നിങ്ങള് വീട്ടിലൊക്കെ ഒരു ചേരാട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇവിടെ എന്തായാലും പറയാം, എന്നെ പറയാം, അത് ബ്ലാക്ക് കളർ ചേരാട്ട.
എന്ത് ഭംഗിനെ കാണാൻ അറിയുമോ? അതാണ്ട് ചുരുണ്ട് കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഗോൾഡൻ ലൈന് പോകും. ഇങ്ങനെ എടുത്താണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കിയ ലോക്കറ്റ് വരിണ്ടാവും. എന്തോ ഒരു ഭംഗി ആ ചേരാട്ട കാണാൻ അറിയും. നിങ്ങൾ മര്യാദക്ക് നോക്കാഞ്ഞിട്ടാ. ബ്ലാക്ക് കളറിൽ ഗോൾഡൻ ലൈനാ ആ ചേരാട്ടക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചേരാട്ടന് ഇഷ്ടം? എന്തൊരു ഭംഗിയുണ്ട്! ഇഷ്ടമാണോ? ഏറ്റവും ഭംഗിയുള്ള ജന്തുക്കളിൽ ഒന്നാണ് പുഴു. പുഴുവിനെ നിങ്ങൾ ഇങ്ങനെ നോക്കി വെക്കേണ്ടി, ഒരു ക്യാമറ ഒക്കെ വെച്ച് ഇങ്ങനെ നോക്കി വെക്കേണ്ടി. എന്തൊരു രസാ പുഴുവിനെ കാണാന്നറിയോ? നിങ്ങൾ ആരെങ്കിലും പുഴുവിനെ ഇഷ്ടപ്പെടാറുണ്ടോ? ഉണ്ടോ? കൂറന്റെ അത്ര ഭംഗിയുള്ള കളറുള്ള വേറൊരു ജീവിനെ പറയുന്നത് എന്തോ ഒരു രസാ കളറ്, ഒരു പ്രത്യേക റെഡ് അല്ലേ? കൂറനെങ്ങനെ നോക്കി ആരെങ്കിലും നിന്നിട്ട് ഹേ കൂറേ എന്തോ ഒരു ഭംഗി പറയാറുണ്ടോ? ഭംഗിയുള്ളതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അറപ്പ് തോന്നും ചിലത് ഭംഗിയുണ്ടായാലും. പക്ഷേ ഇഷ്ടമുള്ളതെല്ലാം ഭംഗിയുള്ളതാണ്. റെഡി? ഉമ്മാരൊക്കെ ഒന്ന് കൈപോക്കിയ ഉമ്മാര്. നിങ്ങളൊക്കെ ഉമ്മാരാണോ? ശരി. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണേ. നിങ്ങളെ കുട്ടി ഭംഗിയുള്ളതാണോ ഭംഗിയില്ലാത്തതാണോ? തന്നെ? അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ പ്രസവിച്ചതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭംഗിയുള്ളത്. കണ്ടോ? നീ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, കച്ചറാവില്ലല്ലോ. ഭർത്താവ് ഭംഗിയുണ്ടോ ഇല്ലേ? ഒന്ന് ആലോചിക്കട്ടെ അല്ലേ? ഒന്നുണ്ട് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞത് ശരിയാവില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിന് ഭംഗി ഉണ്ടാവും, ഒക്കെ ഒരു ഭംഗി ഉണ്ടാവും. പക്ഷേ അപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഭാര്യമാര് ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് ഭംഗി കൂട്ടണോ? അതിന് ഒരു എന്തായാലും ആ ഭംഗി കൂട്ടുന്ന സ്ഥലത്തിനെന്തോ പേര് പറയല്ലോ. ഇവിടെ നിങ്ങൾ പോവുക. കുറെ ആൾക്കാർ പുരികം പ്ലക്ക് ചെയ്യും, ചുണ്ട് ചോപ്പിക്കും അല്ലേ, മേക്കപ്പ് ചെയ്യും. നിങ്ങൾ എവിടെയും പോണ്ട, ഏറ്റവും മനോഹരമായി പെരുമാറുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങൾ ഏറ്റവും ഭംഗിയുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഈ പ്രശ്നം തീർന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതിന്റെ അടിസ്ഥാനം ഇതാണ്. ഇനി രണ്ടാമതോ, ഇഷ്ടപ്പെട്ടോ എങ്കിൽ താഴേക്ക് ഇറങ്ങിക്കോളൂ. നിങ്ങൾക്ക് സ്നേഹം. എന്തിനാ കുടുംബം? കുടുംബത്തിന്റെ അടിത്തറ എന്താ? അത് സ്നേഹമാണ്. എന്തിനാ കല്യാണം കഴിച്ചത്? സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാൻ. എന്താ? അപ്പൊ നമ്മൾ സ്നേഹിക്കും, സ്നേഹിക്കപ്പെടണം. എനിക്ക് സ്നേഹം കിട്ടണം, ഞാൻ സ്നേഹം കൊടുക്കണം. എന്തിനാ കുടുംബം? ഇതിനാ കുടുംബം. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അടുത്ത പ്രശ്നം. ഇനിയോ മക്കൾ. എന്തിനാ മക്കള്? സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാൻ. കുടുംബമായി. ഇതൊക്കെ എന്തൊരു ഈസിയാന്നറിയോ? നമ്മളൊന്ന് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന സാധനം. വെറുതെ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അപ്പോൾ തന്നെ കിട്ടും. ഇനിയോ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ നേരത്തെ ഇഷ്ടം പറഞ്ഞ പോലെ തന്നെയാ സ്നേഹം. സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? സ്നേഹത്തിനൊരു പ്രശ്നമുണ്ട്. എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. സ്നേഹം മനസ്സിനകത്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ആ സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കുന്നതിന്റെ പേരാണ് സ്നേഹം. പ്രകടിപ്പിക്കാത്ത ഒരു സ്നേഹവും സ്നേഹമല്ല. കേട്ടോങ്ങള്? അപ്പൊ എങ്ങനെയാ അത് പ്രകടിപ്പിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു, മക്കളെ ചുംബിക്കണം, ചേർത്തു പിടിക്കണം, ഭാര്യയെ ഉമ്മ വെക്കണം. ആരാ പഠിപ്പിച്ചു തരുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ സ്നേഹപ്രകടനങ്ങളാണ്. അപ്പൊ പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് ഒരു കുടുംബത്തിന്റെ അകത്തെ സ്നേഹം. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് സ്നേഹമുണ്ട്. ആ സ്നേഹം ഞാൻ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും പ്രകടിപ്പിക്കില്ല. ഞാൻ തുടങ്ങിയത് എങ്ങനെയാ? കുടുംബം, ആ കുടുംബത്തിലെ കാര്യങ്ങൾ, കുടുംബ ബന്ധം മറ്റു ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് ഞാൻ തുടങ്ങിയത് അല്ലെ? കുടുംബ ബന്ധത്തിന്റെ പ്രത്യേകത എന്താ? പ്രകടിപ്പിക്കുന്ന സ്നേഹം ഉണ്ടാവണം. നോക്കുങ്ങള്. അപ്പൊ നമ്മളെ കുടുംബത്തിൽ ആരാളുള്ളത്? ബാപ്പുണ്ടോ? ഉമ്മണ്ടോ? ഭാര്യയുണ്ടോ? ഭർത്താവുണ്ടോ? മക്കളുണ്ടോ? നിങ്ങൾ നോക്കൂ, ആ മക്കളോട് പ്രകടിപ്പിക്കണം, ഇഷ്ടമാണ് എനിക്ക് നിന്നെ. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് കേട്ടാൽ നിങ്ങൾ ചിലപ്പം പ്രശ്നമാവും. ഐ ലവ് യു. ഇത് ശരിക്ക് ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, പാപ്പ മക്കളോടും, ഉമ്മ കുട്ടികളോടും ഒക്കെ പറയാനുള്ള സാധന. പക്ഷെ നമ്മൾ ഇന്ന് സ്കൂളിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ വലിയൊരു തെറിയാണ്
അല്ലേ? ഉമ്മ ഒരു ചെക്കനിന് ഐ ലവ് യു പറഞ്ഞു. ആരാടാ പറഞ്ഞത്? എന്താ കുട്ടി പറഞ്ഞത്? എനിക്കിഷ്ടമാണ്. പക്ഷേ എപ്പോഴെങ്കിലും മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തല്ലോ. നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ച് ആണുങ്ങൾ ഒന്നാലോചിക്ക. നമ്മുടെ പെരുന്നാള് നോമ്പ് വരാൻ പോവാ. പെരുന്നാളുടെ അന്ന് ഈദ്ഗാഹ് പോകും, നിസ്കരിക്കും. പെരുന്നാൾ നിസ്കാരം കണ്ട് കഴിഞ്ഞാൽ ഒരൊറ്റ എണീക്കല. അന്ന് പെരുന്നാൾ നിസ്കാരത്തിന് പോണേന് എന്തിനാ നിങ്ങൾക്ക്? നാട്ടുകാരെ മുഴുവൻ കെട്ടിപ്പിടിക്കും. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ അങ്ങോട്ട് കെട്ടിപ്പിടുത്തത്തിന്റെ സമ്മേളനല്ലേ അവിടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും കെട്ടിപ്പിടിച്ചിട്ട് 3 പ്രാവശ്യമൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മച്ചിട്ടൊക്കെ പോവുക. നാട്ടുകാരെ മുഴുവൻ കെട്ടിപ്പിടിച്ചു. നാട്ടുകാർക്കൊക്കെ മനസ്സിലായി നിങ്ങൾ സ്നേഹമുള്ള മനുഷ്യനാണ്. നാട്ടുകാരൊക്കെ പറയും നല്ലൊരു മനുഷ്യട്ടോ, എന്തൊരു കെട്ടിപ്പിടുത്തം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മോനെ ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ട് ആശംസിച്ചോ അവനോട്? മോളെ കെട്ടിപ്പിടിച്ചോ? ഭാര്യയെ കെട്ടിപ്പിടിച്ചോ? ഉമ്മയെ, ഉപ്പയെ? അപ്പൊ നാട്ടിലൊക്കെ കൊണ്ടുപോയി കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല. ഇത് പിടിക്കേണ്ട ആളെ പിടിക്കണ്ടേ? നാട്ടുകാരെന്താ പറയാ? എന്തൊരു നല്ല മനുഷ്യൻ, എമ്മാതിരി കെട്ടിപ്പിടുത്തം. മക്കളെന്താ പറയാ? ഒരു തന്തവായി. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ, 1 നൂറ്റാണ്ട് കാലം പിറകിൽ അല്ലേ മക്കള് പറയാ അല്ലേ? അപ്പോഴോ ഭയങ്കര പ്രശ്ന. ഞാനൊക്കെ മനോഹരമായി കോളേജിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു അധ്യാപകനാ. അങ്ങനെ ഞാനൊക്കെ വിശ്വസിച്ച്. ഇപ്പൊ എന്റെ ക്ലാസ് ഒന്നും കുട്ടികൾക്ക് വേണ്ട. അതിന്റെ കാരണം എന്താ അറിയോ? തന്തവായി. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ കേട്ടെന്താ പറയാ? ഗുഡ് മോർണിംഗ്, എല്ലാവരും ഇരിക്കും, ശ്രദ്ധിക്കും, അല്ലേ, നോക്കൂ, എഴുതൂ. ഇതൊന്നും കുട്ടികൾക്ക് ഇതൊന്നും പറ്റൂല. ഇപ്പോഴത്തെ പുതിയ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ B.Ed കോളേജിലാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടീച്ചർമാരെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് പഠിപ്പിക്കുന്ന പണി എനിക്ക്. അപ്പൊ എൻ്റെ പുതിയ തലമുറ, എൻ്റെ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്ന കുട്ടി 21 വയസ്സുള്ള കുട്ടിയാ. 2004-ലും 2005-ലും ഒക്കെ ജനിച്ച കുട്ടിയാണ് ഇപ്പൊ എൻ്റെ B.Ed കോളേജിൽ ഉണ്ടാവുക. 2004, 2003 എന്നൊക്കെ പറഞ്ഞാൽ 21-ാം നൂറ്റാണ്ടാ. ആ നൂറ്റാണ്ടിൽ ജനിച്ച കുട്ടിയപ്പൻ്റെ മുമ്പിലുള്ളത്. ഈ കുട്ടികളെ ഞാനാ പഠിപ്പിക്കണത് എങ്ങനെ പഠിപ്പിക്കാമെന്ന്. ക്ലാസ് പോയിട്ട് കുട്ടികൾ എന്താ പറയാ? ഗുഡ് മോർണിംഗ് ഒന്നല്ല, ഹൈ ഗെയ്സ്. ഞാൻ ക്ലാസ് പോയിക്കണ്ട് ഹായ് ഗെയ്സ് എന്നറിയില്ല. ഇപ്പത്തെ കുട്ടികളോട് ഹായ് ഗെയ്സ് സെറ്റല്ലേ? ഇതൊന്നും നമ്മൾ പഠിച്ചില്ലേ? നമ്മളാ പണ്ട് പഠിപ്പിക്കണ മാതിരിയുണ്ട്. ഗുഡ് മോർണിംഗ്, ശ്രദ്ധിക്കൂ, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. ഇപ്പത്തെ കുട്ടിയൊക്കെ ഒന്നും ഇഷ്ടമല്ല. സെറ്റ്, വെറ്റ്, ഗോ അല്ലേ ഒക്കെ ചുരുക്ക. ബ്രോ, സിസ്, ഡാഡ്, മോം. ഇൻസ്റ്റാഗ്രാം എന്നൊന്നും ഇങ്ങനെ. അപ്പൊ പുതിയ തലമുറക്ക് മാത്രമേ പുതിയ തലമുറയെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. മാഷന്മാരൊക്കെ അങ്ങനെയാ. പഴയ മാഷന്മാരോ ഒറ്റൊന്നിനും കുട്ടിക്ക് ഇഷ്ടമല്ല. കാരണം തന്തവായി. എന്നാ പുതിയ മാഷന്മാരോ പുതിയ തലമുറക്കൊത്തു. അതുകൊണ്ടാണ് 56-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് വെച്ചത്. 56 ഒന്നും കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കരുത് നിങ്ങൾ ദയവേത്. ഒരു 50 ആകുമ്പോൾ തന്നെ പോരുന്നല്ലേ. ഞാനൊക്കെ പോരുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ കഴിയില്ല. നമുക്കൊന്നും ഇനി ഒരു റോളും ഇല്ല ഒരു സ്കൂളിലും കോളേജിലും. എന്താ ഒക്കെ കഴിഞ്ഞ് ഇനി പുതിയ തലമുറ വന്നിട്ട് തുള്ളിപ്പറഞ്ഞ് ഹായ് ഗൈസ്. ഒരു ക്ലാസ് കാണാൻ പോയപ്പോ ആ ചെക്കൻ അവസാനം പറഞ്ഞ വാക്കെന്താ അറിയോ? അപ്പൊ ശരി, അൻസപ്പ് സൈനിങ് ഓഫ്. ക്ലാസ് പോരാ, നമ്മളൊക്കെ എന്താ ശരിയേ, നാളെ വരുമ്പം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം സൈനിങ് ഓഫ്. പുതിയ തലമുറയാണ്. അപ്പൊ ഞാൻ എന്താ ഈ പറഞ്ഞത്? ഇത്തരത്തിൽ സ്നേഹമായി പ്രകടിപ്പിക്കുന്ന സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, ഇടപെടലുകളിലൂടെ പരസ്പര സ്നേഹപ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും സ്നേഹം പ്രകടിപ്പിക്കാതെ മാറി നിന്നിട്ട് ഉമ്മാന്റെ മനസ്സിൽ നിറച്ചു സ്നേഹം ഉണ്ടാകാറുണ്ട് ഒരു കാര്യമില്ല. ഈ സ്നേഹത്തെ അടുപ്പമായി, ഇഷ്ടമായി, ഉമ്മയായി പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ നമുക്ക്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ? നമ്മളെവിടെ അത് പ്രകടിപ്പിക്കാറുള്ളത്? മക്കളോടുണ്ടോ? ഭർത്താവിനോടുണ്ടോ? ഏതെങ്കിലും ഈ ഇരിക്കുന്ന ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തൊരു ഇഷ്ടാ എനിക്ക് നിങ്ങളെ, നിങ്ങൾക്ക് അറിയോ എന്ന് ഒരു ഉമ്മിമോളും ഉമ്മ രാവിലത്തെ ചപ്പാത്തിയാണ് ഉച്ചക്ക് ഭക്ഷണമായിട്ട് മോക്ക് വെച്ചു കൊടുത്തത്.
രാവിലത്തെ ചപ്പാത്തിയാണ് ഉച്ചക്കത്തെ ഭക്ഷണം. സാധാരണ ചോറുണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ടാണ് മൂക്ക് കൊടുക്കുക. പക്ഷെ അന്ന് ചോറുണ്ടാക്കാൻ വൈകിയപ്പോ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി 2-3 മടക്കാണ്ട് ടിഫിൻ ബോക്സിൽ വെച്ച് അതിലിത്തിരി ഉള്ളി എന്തോ വാട്ടിച്ചു. പ്രത്യേകിച്ച് കൂട്ടാനൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഉച്ചക്ക് ടിഫിൻ ബോക്സ് കൊണ്ട് തുറന്ന മോക്ക് ദേഷ്യം പിടിക്കും. പെൺകുട്ടിയാ, ദേഷ്യം പിടിക്കും, ഉറപ്പാണ് ഇല്ലേ? അതുകൊണ്ട് ഉമ്മ എന്ത് ചെയ്തു എന്നറിയോ? ഈ ചപ്പാത്തി ഏറ്റവും അടിയിലാണ് ഈ ഉള്ളി വാട്ടിയിട്ട് ഉമ്മ വെച്ചത്. അതിന്റെ മുകളിൽ 3 ചപ്പാത്തി ഇങ്ങനെ മടക്കി വെച്ച് അത് പാത്രത്തിലാക്കി ഉമ്മ മൂക്ക് കൊടുത്തു. ഉമ്മക്ക് ഉറപ്പ് അത് തുറക്കുമ്പം ഒന്നുകിൽ അവൾ എടുത്ത് കളയും, അല്ലെങ്കിൽ അവൾക്ക് ദേഷ്യം പിടിക്കും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ ഉമ്മനെ വന്ന് അവള് തെറി പറയും. ഉമ്മ ഒരു പണിയത്, ഉമ്മ ചപ്പാത്തി ഇങ്ങനെ മടക്കി വെച്ച ഏറ്റവും മുകളിൽ വെച്ച ചപ്പാത്തിയുടെ മേലെ ഒരു ചെറിയ കടലാസിൽ ഒരു കുറിപ്പ് എഴുതി വെച്ച്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: എൻ്റെ പ്രിയപ്പെട്ട മോളെ, ഈ ചപ്പാത്തി ഉമ്മാന്റെ സ്നേഹം ചേർത്ത് കഴിക്കണം. വേറൊന്നുമില്ല കഴിക്കാൻ, വേറൊരു കുത്തുമില്ലല്ലോ, അതിലിത്തിരി ഉള്ളി മാത്രമേ ഉള്ളൂ. ഇത് ഈ ഉമ്മാന്റെ സ്നേഹം കൂട്ടിയാണ് കഴിച്ചേക്ക് എന്ന് ആ ഉമ്മ ഒരു എഴുത്ത് എഴുതി വെച്ച്. ഉച്ചക്ക് ക്ലാസ് കഴിഞ്ഞ് വിശന്ന് പൊരിഞ്ഞ കുട്ടി ടിഫിൻ ബോക്സ് തുറന്നപ്പോൾ കാണുന്നത് ഉണക്ക ചപ്പാത്തി. രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉച്ചാകുമ്പോഴേക്ക് അത് പ്രശ്നമുണ്ടാവും. ആ ഏറ്റവും മുകളിലൊരു കത്ത് കുട്ടി വായിക്കണത് ഉമ്മാന്റെ സ്നേഹം കൂട്ടി ഈ ചപ്പാത്തി കഴിക്കണം എന്നോ. ഒരു പ്രശ്നം കുട്ടിക്ക് തോന്നിയില്ല. കുട്ടി വന്നു, ടിഫിൻ ബോക്സ് തിരിച്ചു ഉമ്മാക്ക് കൊടുത്തു. രാത്രി കഴുകാൻ വേണ്ടി ടിഫിൻ ബോക്സ് തുറന്നു ഉമ്മ കാണുന്ന കാഴ്ച, അതിനകത്തുണ്ട് വേറൊരു കത്ത്. ആ കത്തിൽ ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്നു: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഇതായിരുന്നു, ഇതിൽ ഉമ്മാന്റെ സ്നേഹമുണ്ടായിരുന്നു എന്ന്. ഉണ്ടോ? ഇത് ഈ ഉമ്മയും മോളും തമ്മിലുള്ള ഒരു ആത്മബന്ധം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു മൊയന്ത് കളി കളിക്കും വീട്ടില്, മക്കളെ തെറി പറയാ, ചീത്ത പറയാ, അതിങ്ങനെ ബാക്കിൽ നടന്ന പ്രശ്നം. ഒരു പുതിയൊരു മാഷ് സ്കൂളിൽ വന്നു. അയാൾ പുതിയതായിട്ട് വന്നതാ, കുറേ ദൂരെ നിന്ന് വന്നതാ. അയാള് സ്കൂളിൽ വന്ന് വീട് വാടകക്കെടുത്ത് താമസിച്ചു. സ്കൂളിൽ പോണ്ടേ, തൊട്ടടുത്ത വീട്ടിൽ ഒരു സ്കൂളിൻ്റെ അടുത്തൊരു വീട് വാടകക്കെടുത്ത് താമസിച്ചു. അങ്ങനെ അയാൾ വന്ന്, അയാളുണ്ട്, ഭാര്യയുണ്ട്, ചെറുപ്പക്കാരൻ മാഷ, വീട് വാടകയൊക്കെ എടുത്ത് ഇയാൾ താമസിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അയൽപ്പക്കത്തെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഈ മാഷ വീട്ടിലേക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ചെന്നത്. അയൽപ്പക്കത്ത് ജീവിക്കുന്ന ആൾക്ക് 3 മക്കളാ. ഉമ്മ, ബാപ്പ, 3 മക്കളാ. ഈ 3 മക്കളെയും കൂട്ടി ഈ ഭാര്യ ഭർത്താവ് ഒഴിവുള്ള ഒരു ദിവസം ഈ മാഷൊന്ന് പരിചയപ്പെടാൻ വേണ്ടി അയലക്കത്തെ വീട്ടിൽ ചെന്ന് കയറി. മാഷോട് ചോദിച്ചു, എന്താ മാഷ നിങ്ങളെ പേര്? മാഷ് പേര് പറഞ്ഞു. ഭാര്യ, നിങ്ങൾ എവിടെ, എങ്ങനെയാ, എവിടെയൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഞങ്ങള് എന്ന് പറഞ്ഞപ്പോ മാഷ് പറഞ്ഞു, നിങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ ഇയാൾ ചോദിച്ചു, എങ്ങനെ, നിങ്ങളെ പേരിന്നതല്ലേ? ആ, ഇത് മൂത്ത കുട്ടിയില്ലേ, ഇത് ഇങ്ങനല്ലേ? ഇതെങ്ങനെയാ ഇവർക്ക് മനസ്സിലായത്? ഈ കുട്ടികളെ പേര് നേരം വെളുത്താൽ ഉമ്മ വിളിക്കാ പോരേന്ന്. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആള് കേൾക്ക, ഫായിസ് മൂത്താൻ. പിന്നെ അടുത്ത ആരെ വിളിക്ക? നിങ്ങൾ ആലോചിച്ച് നോക്കിയ, വിളിയാതെ കേൾക്കണം. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്തൊരു ബഹളം വീട്ടില് അറിയോ നിങ്ങൾക്ക്? എൻ്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ കുട്ടി, ഇപ്പൊ ആ കുട്ടി എനിക്ക് തോന്നുന്നു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. ഞങ്ങൾ ആ വീട്ടിൽ വന്ന സമയത്ത് ആ കുട്ടി പഠിച്ചത് LKG-ലോ UKG-ലോ ആണ്. പാവം കുട്ടി. ഞാൻ കിടക്കുന്ന റൂമിന്റെ ആ തൊട്ടപ്പുറത്താണ് ആ വീട്. ആ വീട്ടിൽ നിന്ന് രാവിലെ ആയാൽ ആ കുട്ടീനെ ഉമ്മ വിളിക്കുന്നത് കേട്ടാൽ പാവം തോന്നും. ഓരോ സമയത്തും ഇങ്ങനെ ഒച്ചയിട്ട് വിളിക്കുക. അവസാനം ചായ കൊടുക്കുമ്പോഴും തെറിയ, തിന്നണോ, ഇറക്കടാ. ഉണ്ടോ? കൊട്ടേഷൻ സംഘം ചായ കൊടുക്കണില്ല. അതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സാധനം ഉണ്ട്. ഈ കുട്ടീനെ ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്, LKG ആണ്, അതിനെ ചായ കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ കൊണ്ടുപോയിക്കാണ്ട് ബാത്റൂമിൽ ക്ലോസറ്റിൽ ഇരുത്തും. എന്നിട്ടൊരു ഡയലോഗ് ഉണ്ട്, അപ്പിടടി. ഞാൻ എൻ്റെ വൈഫിനോട് പറയും, അതിനപ്പിടാനൊന്നും ഉണ്ടാവില്ല, പേടിച്ചപ്പിട്ട് പോയാലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണോ കൂട്ടരെ കുട്ടിയെ വളർത്തുക? ഇങ്ങനെയാണോ ഒരു കുടുംബത്തിൽ പെരുമാറുക? ഇനിയോ ഞാൻ എന്താപ്പം പറഞ്ഞത്, ഈ സ്നേഹം, ഉമ്മക്ക് സ്നേഹമുണ്ട് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണ്ടേ?
ഇത് ബോധ്യപ്പെടണമെങ്കിൽ ഉമ്മാന്റെ സംസാരത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഈ സാധനം വരണ്ടേ. എന്റെ ഉമ്മക്ക് എന്നെ ഇഷ്ടാ തോന്നണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, തോന്നണ്ടേ? അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരെ അറിയണം നിങ്ങൾക്ക് ഇഷ്ടാണ് ഉണ്ടങ്ങള്. അപ്പോഴാണ് അത് സ്നേഹമായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിലോ ഒരു കാര്യമില്ല, സ്നേഹം കൊണ്ട് ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഒളിച്ചോടാൻ ഒരു പെൺകുട്ടി, 19കാരി പെൺകുട്ടി 23 വയസ്സുള്ള ചെറുക്കന്റെ കൂടെ ഒളിച്ചോടാൻ തീരുമാനിച്ചു. സ്കൂട്ടറിന്റെ മുകളിൽ, ബൈക്കിന്റെ മുകളിൽ ഈ പെൺകുട്ടിയെ കയറ്റി ഈ ചെറുക്കൻ പോവുക, ഒളിച്ചോടുക. ആ സമയത്താണ് മുന്നിലിരിക്കുന്ന ചെറുക്കൻ ഈ കുട്ടിയോട് പറഞ്ഞത്, മോളെ നമ്മൾ ഏതായാലും ഒളിച്ചോടുകയാണ്, സീനാവും. അങ്ങനെയുള്ളവർ പറയാ സീൻ കൊണ്ട്രാ, സീനാവും. അതുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇവർ റിപ്പോർട്ട് ചെയ്തു, സാറേ ഞങ്ങൾ 19 വയസ്സുള്ള പെൺകുട്ടിയാണ്, 23 വയസ്സുള്ള ആൺകുട്ടിയാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, വീട്ടുകാരെ എതിരാണ്, സമ്മതിക്കില്ല, അവിടെ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഈ SI രണ്ടാളുകളെ പിടിച്ചിരുത്തി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒളിച്ചോടാൻ പറ്റൂല, വീട്ടുകാരെ വിവരം അറിയിക്കുക, കല്യാണം നമുക്ക് നടത്താനുള്ള വഴി ഉണ്ടാക്കാം, നിങ്ങൾ ദയവ് ചെയ്ത് മാനം കെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ പിടിച്ചിരുത്തി. ആ ബാപ്പയെ ഉമ്മയെ ഒക്കെ വിളിച്ചു വരുത്തി. പെൺകുട്ടീൻ്റെ വാപ്പയമ്മയും ചെക്കൻ്റെ വാപ്പയമ്മയും ഒക്കെ സ്റ്റേഷനിലെത്തിയിട്ട് കൈ കൂപ്പി പറഞ്ഞു, മക്കളെ മാനം കെടുത്തരുത്. SI പറഞ്ഞു, നിങ്ങൾ ഈ കല്യാണം നടത്തിക്കൊടുക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ 2 ആഴ്ച സമയം കൊടുത്തു. ഇവരെ ആലോചിച്ച് ഈ കല്യാണങ്ങൾ നടത്തണം. SI പറഞ്ഞു എന്നെ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. 19 വയസ്സുകാരി പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോള്, അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് ഇരുത്തി സംസാരിച്ചിട്ട് ആ കുട്ടി ഒരു നിലക്കും പിന്മാറില്ല. ആ കുട്ടി പറഞ്ഞത്, കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന വിവരം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയും, എന്നെ കൊണ്ടുവരാൻ പറ്റൂല, അതൊന്നും നമ്മളെ കരാറിലില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടിയാ. പക്ഷേ ഉമ്മ കണ്ണീര് പൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഉമ്മ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കരയല്ലേ? അപ്പൊ ഉമ്മ പറയാണ്, ഒട്ടിക്കരഞ്ഞോണ്ട് ഉമ്മ പറയാ, സാർക്കറിയോ? എന്നോടാ പറയണത്. ഞാൻ ചോദിച്ചു, എന്ത്? എൻ്റെ മോളെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് സാർക്കറിയോ? ഞാൻ ചോദിച്ചു, ഞാൻ അറിഞ്ഞിട്ടെന്താ? തിരിച്ചൊരു ചോദ്യം, അവൾക്കറിയോ നിങ്ങൾ അവളെ സ്നേഹിച്ചിരുന്നു എന്ന്? അറിയോ? ഇല്ലല്ലേ? അവൾക്കറിയില്ലല്ലോ. ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്ന്. ഉമ്മാന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഈ സ്നേഹം പ്രകടമായില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാണോ പ്രകടിപ്പിക്കുന്നത് അവരുടെ കൂടെ കുട്ടി പോകും. ഇനി നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെ അവസ്ഥ എന്താന്ന് അല്ലേ? നമ്മളെ വീട്ടിനകത്ത് എന്തൊരു ഒച്ചിമ്പുളിയാണ്. അവിടെയാണ് 3ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. അതിന്റെ പേരാണ് അടുപ്പം. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞു? ഇഷ്ടം പറഞ്ഞു, സ്നേഹം പറഞ്ഞു, ഇനിയുള്ളൊരു സാധനത്തിനാണ് അടുപ്പം. എന്താ സാധനം? എന്താ? നിങ്ങളും ഭാര്യയും തമ്മിൽ അടുപ്പം ഉണ്ടോ? ഇല്ലേ? എന്താ നിങ്ങൾക്കൊരു അഭിപ്രായം ഇല്ലാത്തത്? നിങ്ങളും മക്കളും തമ്മിൽ അടുപ്പമുണ്ടോ? അടുപ്പമുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവും, അടുപ്പമുണ്ടെങ്കിൽ ശബ്ദം വളരെ കുറവായിരിക്കും. 2 ആൾക്കാർ തമ്മിൽ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ മെല്ലെ സംസാരിച്ചാൽ പോരെ? നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പം ശബ്ദം ഉയരുന്നുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, നിങ്ങൾ അകലത്തിലാണ്. അകലെ നിൽക്കുന്ന ആളല്ലേ നമ്മൾ ശബ്ദമിട്ട് വിളിക്കുക. ആദ്യ രാത്രി റൂമിനകത്ത് കയറിയ ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നത് ആ താക്കോൽ പഴുതിൽ ചെവി വെച്ച് നിന്നാൽ പോലും അമ്മായിമ്മക്ക് കേൾക്കാൻ കഴിയൂല. അത്ര ഇഷ്ടത്തിലായിരിക്കും അല്ലേ? കാരണം എന്താ? അന്നത്തെ ദിവസം ഒരു ഭയങ്കര അടുപ്പായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ ചെവിയൊന്നും വെക്കണ്ട. റൂമിൽ നിന്ന് കച്ചറ ഉണ്ടാക്കണത് നാട്ടുകാർക്കൊക്കെ കേൾക്കാം, എന്തിനാ ചെവി വെക്കുന്നത്? അപ്പൊ ഒരു കാര്യമുണ്ട്, ഒരു റൂമിനകത്ത് ഒരുമിച്ച് നിന്നാലും അടുപ്പമില്ല എങ്കിൽ ശബ്ദം ഉയരും. നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിൽ അടുപ്പമുണ്ടോ? പ്രേമിക്കണ ചെക്കൻ പ്രേമിക്കണ പെണ്ണിനെ എങ്ങനെ ഫോൺ ചെയ്യൽ നിങ്ങൾ കണ്ടണോ? ഹലോ പറഞ്ഞോ? നിങ്ങളെന്തേ കേട്ടപ്പോ ഞാൻ പറഞ്ഞേ കേട്ടോ? പക്ഷെ ഓള് കേട്ട്, ഓൻ ഫോണിൽ കൂടെ പറയണത് ഹലോ പറഞ്ഞോ. നിങ്ങളെ ഭർത്താവിന് ഫോൺ ചെയ്താണ്ട് ഹലോ വരുമ്പോ മീൻ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു നോക്കിയാ അടിയാണ് കിട്ടും കേക്ക്. വന്നിട്ട് ഓർക്കെ പറയണേ. ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഫോൺ ചെയ്തണ്ട് പച്ചക്കറി
എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാകെ അകന്ന് നിൽക്കണ്, ഒരു പൊരന്റെ ഉള്ളിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അകലങ്ങളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ, നമുക്ക് അടുപ്പിലേക്കാണ് ഒച്ച കൂടുന്നത്. മക്കളോട് ഒച്ചറിന് എന്തുകൊണ്ടാ? നമുക്ക് അടുപ്പില്ലാത്തോണ്ടാ. അടുപ്പുണ്ടെങ്കിൽ സംസാരിക്കാൻ ഒച്ച തന്നെ വേണ്ട. അപ്പൊ 3 കാര്യം പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അടുപ്പമുള്ള ബന്ധം, കുടുംബം സുദൃഢമാണ്. ഇഷ്ടമുണ്ടോ? സുദൃഢമാണ്. എളുപ്പമാണ്. ഉണ്ടോ? സ്നേഹം പ്രകടിപ്പിക്കണം. ഉണ്ടോ ഇല്ല എന്നുള്ളത് പണിക്കല്ല, പ്രകടിപ്പിക്കണം. ഉണ്ടോ? എന്ത് രസമുണ്ട്. ഇനി ഒരു കാര്യം അവൻ കൂടി പറഞ്ഞാൽ നിർത്തണ്ട്. ഉണ്ടോ? ഇനി ഇവിടെ ഇരിക്കാൻ കഴിയില്ല, ചൂടുണ്ടാവും കുറച്ച്. അവൻ കൂടി പറഞ്ഞാൽ നിർത്തണ്ട്. അതിന്റെ പേരാണ് സംസാരം. 2 മനുഷ്യർ തമ്മിൽ അടുപ്പമുണ്ടാവാൻ പടച്ചവൻ തന്ന അനുഗ്രഹത്തിന്റെ പേരാണ് സംസാരം. എത്ര സംസാരിക്കുന്നുവോ അത്ര അടുക്കും, എത്ര സംസാരം കുറയുന്നുവോ അത്ര അകലും. അതുകൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഗൾഫിലുള്ള ഭാര്യയും ഭർത്താവും എന്നും ഫോൺ ചെയ്ത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഭയങ്കര അടുപ്പായിരിക്കും. അതേ ഭർത്താവ് ഗൾഫ് നിർത്തി നാട്ടിൽ വന്നാലോ പെരും തല്ലായിരിക്കും. കാരണം എന്താ? സംസാരിക്കാനില്ല. മറ്റേ ഗൾഫിലാകുമ്പോൾ മൂപ്പർക്കും സംസാരിക്കാൻ സമയമുണ്ട്. ഇവിടെ ആകുമ്പോഴോ തല്ല് തീർത്താ തീരൂല. എന്നിട്ട് കൗൺസിലിങ്ങിന് വന്ന് പറയും ഗൾഫിലാവുമ്പോ എന്തോ ഒരു സ്നേഹം എന്നറിയോ സാറ് മൂപ്പരോട് അങ്ങോട്ട് തന്നെ പോകാൻ പറയും. മൂപ്പര് സുബൈക്ക് എണീച്ച് പള്ളിക്ക് നടക്കുമ്പോൾ എങ്ങനെ വിളിക്കുക, എന്താടി ഞങ്ങൾക്ക് എന്നിട്ട് 10 ആയോ, എത്രണ്ണായി? 3 എണ്ണോ? 4 എന്തായി? 8 ഉണ്ടാക്കിയോ? ഇല്ല, കറി കൊടുത്തി. ഇങ്ങനെ സമയമുണ്ട്, മൂപ്പർക്കും സമയമുണ്ട്, ഓക്കും സമയമുണ്ട്. ഗൾഫ് നിർത്തി നാട്ടിൽ കണ്ട് വന്നപ്പോഴോ മൂപ്പര് ഇവിടെ കിടന്ന് ഇങ്ങനെ പായാണ്. കാരണം ഗൾഫിൽ കിട്ടിയത് 1.22. ഇവിടെ 1 കിട്ടിയ അരേ ഒക്കെ കൂടി കഴിച്ച് ടാക്സ് ഒക്കെ കഴിച്ച് വരുമ്പോഴേക്ക് അരയാണ് അല്ലേ. അതുകൊണ്ട് മൂപ്പര് ഇവിടെ കിടന്ന് പാട്ടാപ്പാട് കൊണ്ടാണ്. അതിനിടയ്ക്ക് മൂപ്പർക്ക് സംസാരം കുറഞ്ഞു പോകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിണോ? ഗൾഫിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിതം കണ്ടിട്ട് ചിലർക്കൊക്കെ അസൂയ തോന്നിയിട്ടില്ലേ? ഗൾഫിൽ പോവാത്ത നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈപൊക്കിയെ കണ്ടിട്ട് ഇവിടെ ആരും ഇല്ലേ? ശരി. ഭാര്യമാരൊന്ന് ഗൾഫുകാരൻ ഭർത്താവിന്റെ ഭാര്യമാരല്ലാത്തവരൊന്ന് കൈപൊക്കി. ഞാൻ പറയണ നിങ്ങൾ സത്യാന്ന് പറയണം. ഗൾഫുകാരായിട്ടുള്ള ഭാര്യമാരൊക്കെ കണ്ട് നിങ്ങൾക്ക് അസൂയ തോന്നിയില്ലേ? ഒരു രസമല്ലേ പോലെ ബന്ധം ഇപ്പോഴും പോണേയുണ്ട്. നിങ്ങൾക്ക് ഇനി ധൈര്യം ഉണ്ടെങ്കിൽ ഓരോന്ന് ഗൾഫ് നിർത്തി നാട്ടിക്കരട്ടെ, അപ്പൊ കാണാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എത്ര സംസാരിക്കുന്നുവോ അത്രയും അടുപ്പമുണ്ടാകും. എത്ര അടുപ്പമുണ്ടാകുമോ അത്രയും സ്നേഹമുണ്ടാകും. എത്ര സ്നേഹമുണ്ടോ അത്രയും ഇഷ്ടമുണ്ടാവും. എല്ലാം റിലേറ്റഡ് ആണ്. ഇതെല്ലാം ചേർന്നതിന്റെ പേരാണ് കുടുംബം. കാര്യം കഴിഞ്ഞ്. ഇത് എളുപ്പ, ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. നമ്മുടെ സംസാരം, ആ സംസാരത്തിന് 3 കാര്യങ്ങൾ വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കണം. ഉണ്ടോ? നാവുകൊണ്ട് നരകം വാങ്ങുന്ന കൂട്ടർ സ്ത്രീകളാണ്. ഞാനല്ല പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. നരകവും സ്വർഗവും കണ്ട് തിരിച്ചെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട്, എന്താ കണ്ടത് എന്ന്. റസൂൽ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഒക്കെ കാഴ്ചകൾ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. ഉണ്ടോ? വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന അവരെങ്ങനെ നരകത്ത് പോകുന്നു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. അവര് നന്ദികേട് കാണിക്കും, പിന്നെ അവരെ നാവ് പ്രശ്നമാണ്. അപ്പോ എങ്ങനെയാ നമ്മളെ സംസാരം ഉണ്ടാവേണ്ടത്? സംസാരത്തിന് 3 ഗുണങ്ങൾ വേണം. 1, പോസിറ്റീവായി സംസാരിക്കണം. 2, സപ്പോർട്ടീവായി സംസാരിക്കണം. 3, മയത്തിൽ സംസാരിക്കണം. ഒന്നുകൂടി പറയാം, സ്നേഹത്തിൽ സംസാരിക്കണം. എന്തൊക്കെ ഞാൻ പറഞ്ഞ് എന്ന് പറഞ്ഞേ കേൾക്കട്ടെ, പഠിച്ചണോ? മാഷായതിന്റെ അടുക്കട്ട് ചോദ്യം ചോദിക്കണമെന്നല്ല.
എന്തൊക്കെ ഞാൻ പറഞ്ഞേ? എങ്ങനെയൊക്കെ സംസാരിക്കണം? പോസിറ്റീവായി സംസാരിക്കണം, പോസിറ്റീവ് എനർജി കൊടുക്കണം. അല്ലേ? നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ പോലും പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറയണം. ഭർത്താവ് ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഭാര്യന്റെ അടുത്ത് വന്ന് പറയാണ്, എടീ, മിക്ക ഭർത്താക്കന്മാരും, ഈ കൂട്ടത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈപോക്കേ, എന്തെങ്കിലും ചെറുതോ വലുതോ ആയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ബിസിനസിന്റെ കാര്യങ്ങൾ ഭാര്യയോട് സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? മുഴുവൻ പറയില്ല, പറഞ്ഞാൽ നെഗറ്റീവ് അടിക്കും, മുണ്ടൂല. എന്താ ഭർത്താവിന് ബിസിനസ് ചില ഭാര്യമാർക്ക് അറിയുന്നില്ല. കാരണം എന്താ? ഭർത്താവ് ചെന്ന് ഭാര്യയോട്, വാടി, ഞാനേ പുതിയൊരു സാധനം തുടങ്ങ, എന്താ ഞാൻ എങ്ങനെ നോക്കിയാണെങ്കിൽ വേണ്ടട്ടാ, പൊട്ടും. എന്നിട്ട് 4 കഥ ഇങ്ങോട്ട് പറഞ്ഞു തരും. മറ്റേ മയമാക്കന്റെ മോനാ വീരാണ്ടല്ലോ ഒന്ന് തുടങ്ങിയിട്ട് പൊട്ടി പാളീസായി. അല്ലോ, നമ്മളാകെ ഒരു ധൈര്യത്തിന് ബിസിനസ് തുടങ്ങിയിരിക്കും, ആകെ ഇങ്ങോട്ട് നെഗറ്റീവ് പഠിപ്പിക്കും. എന്നിട്ട് ഭാര്യയായിട്ട് കച്ചറ ഉണ്ടാക്കിയാണ്ട് ഇയാൾ ബിസിനസ് തുടങ്ങും. അതെങ്ങാനും പൊട്ടിയാലുണ്ടല്ലോ, പിന്നെ പുരയ്ക്ക് വരുന്ന ഒരു വരുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അതാണ്ട് വന്ന് നിന്ന ഭാര്യ ചോദിക്കുക, എന്തേന്ന്? അല്ല, ബിസിനസ് തീരുമാനമായി. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, അല്ലേ? നമ്മളിട്ട് ഇങ്ങനെ കുത്തുക, കൂടെ ജീവിക്കുന്ന ആളെ. ഇയാള് ബിസിനസ് പൊളിഞ്ഞപ്പോ ഒന്ന് ചേർത്ത് പിടിച്ച്, സാരല്ല, പടച്ചോന്റെ ഹൈറുണ്ടാവും, എന്തോ ഷെറോ ഇഞ്ഞതാ, സമാധാനിപ്പിക്കാൻ പറ്റിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. റസൂലിനേക്കാൾ പ്രായക്കൂടുതലുള്ള ഖദീജ റളിയല്ലാഹു അൻഹ. തരുണീമണികളായ ആ ഇഷ്ടം പോലെ ഭാര്യമാര് റസൂലിനുണ്ടായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലിനേക്കാൾ പ്രായം കൂടിയ ഖദീജയായിരുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞതാണ് ഖദീജയുടെ അപ്രോച്ച്. നോക്കൂ നിങ്ങൾ, കണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തരികയാണ്. റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇഖ്റ, വായിക്ക്. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരുത്തനെ ഡ്രൈവിംഗ് സീറ്റ് കയറ്റി ഇരുത്തിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി വിടണോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരനായ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ജിബ്രീലിനെ കണ്ട് പേടിച്ചിരിക്കുന്ന റസൂലിനോട് ജിബ്രീൽ പറയാണ്, ഇഖ്റ, വായിക്ക്, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്ക്. റസൂൽ ഇങ്ങനെ പേടിച്ച് പിടിച്ച് കുലുക്കി റസൂലിനെ വായിക്കുന്ന അല്ലേ? പേടിച്ച് വിറച്ച് പനിച്ച് റസൂല് നേരെ വന്നത് എങ്ങട്ടാ? എങ്ങട്ടാ? അന്ന് അറേബ്യയിൽ മുഴുവൻ മദ്യഷാപ്പുകളുണ്ട്. റസൂൽ എങ്ങട്ടാ വന്നത്? പേടിച്ചപ്പോ എങ്ങട്ടാ വന്നേ? ഖദീജ ബീവിന്റെ അടുത്തേക്കാ വന്നേ. അല്ലേ? ഖദീജ എന്താ പറഞ്ഞേ? നിങ്ങളെ ഭർത്താവ് ഏതോ ഒരു ഗുഹയെ പോയിരുന്ന് എന്തോ കണ്ട് പേടിച്ച് പോരേക്ക് വിചാരിക്കുക. നിങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായിരിക്കും പറയാ? കണ്ട ഗുഹയെ പോയിരുന്നോളൂ നിങ്ങള്, അല്ലേ? അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. ഇതല്ലേ ഉണ്ടാകുക? എന്താ ഖദീജ പറഞ്ഞെന്നറിയോ? ഖദീജ ഒരു പുതപ്പിക്കുന്ന പറഞ്ഞു. ഖദീജ പുതപ്പിട്ടിട്ട് കെട്ടിക്കെട്ടി പിടിച്ചു, മാറോടണച്ചു. റസൂല് പറഞ്ഞു, സാരല്യ, വിട്, ഒരു റസൂല് വരും എന്ന് അറിയാമായിരുന്നല്ലോ, നിങ്ങളായിരിക്കും, വിട്, സാരല്യ. കണ്ടാ എന്തൊരു സമാധാനം കൊടുത്തത്. നിങ്ങളെ ഏതെങ്കിലും ഒരു ഭാര്യ ഈ ഇരിക്കണയിൽ ഇങ്ങനത്തെ ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ കഥയ്ക്ക് പോവാണ്. വെറുതെ സൂര്യക്കേട് വാങ്ങണില്ലേ? ഉണ്ടോ? ഇതിന്റെ പേരാണ്, ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനമാണ് എന്ത് ഈ സംസാരത്തിനോട് ഉണ്ടാക്കുന്നവരാണ്. സംസാരം പോസിറ്റീവ് ആവണം. പിന്നെന്താ ഞാൻ പറഞ്ഞത്? ആ സംസാരം സപ്പോർട്ടീവ് ആവണം. അല്പം ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ വ്യത്യാസം നോക്കൂ. നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് ഭർത്താവ്, നിങ്ങൾക്ക് ഭർത്താവിനോട് മയത്തിൽ പെരുമാറാനൊന്നും കഴിയില്ല. പക്ഷെ അതിനെ വളരെ പോസിറ്റീവായിട്ട് ഭർത്താവിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ഇരിക്കുന്നത് സംഭവമൊക്കെ ശരിയായി, നമുക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ നമുക്കൊരു ലോണിന്റെ ആവശ്യമുണ്ട്, പക്ഷേ സ്വന്തം ഉമ്മാനെ വെപ്പിച്ചിരിക്കുന്നതിന് തുല്യമാണെന്നാണ് റസൂൽ ഓർമ്മിച്ചത്. നമുക്ക് എന്തൊക്കെ കിട്ടിയതില്ലേ നോക്കി. ഇങ്ങനെ മയത്ത് പറഞ്ഞ മനസ്സിലാവാത്ത ഒരൊറ്റ ഭർത്താക്കന്മാരും ഇല്ല ഭൂമിയിൽ. ഇല്ല. നമ്മളെ കാറിന് ഇപ്പൊ എന്താ കുഴപ്പം? അത് പഴയ 10 കൊല്ലല്ലേ നമ്മളെ കാറ് പഴക്കമുള്ളൂ. അത് കൊടുത്തിട്ട് ഇപ്പൊ ഒരു പലിശട്ട് അടവിട്ട് നമുക്ക് കാർ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്തേക്ക്, ആ അടയ്ക്കുന്ന പൈസകൾ എൻ്റെ അടുത്ത് തന്നേക്ക്, ഞാനത് അളമാറയിൽ സൂക്ഷിച്ച് വെച്ചോളാം. അതൊക്കെ കൂടി ഒരു പൈസ ആകുമ്പോൾ നമുക്ക് ഈ കാർ കൊടുത്തിട്ട് കാർ എടുക്കാം. നമ്മളങ്ങോട്ട് കച്ചറ തുടങ്ങുക ചെയ്യുക, അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കച്ചറ സ്റ്റാർട്ട് ചെയ്യുക. സംസാരം എപ്പോഴും പോസിറ്റീവ് ആവണം, സപ്പോർട്ടീവ് ആവണം, മയത്തിലാവണം.
സ്നേഹത്തിലാവണം. അപ്പോഴോ അടുക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, മക്കള്, ഉമ്മ, ഉപ്പ എല്ലാവരും നമ്മളിലേക്ക് അടുക്കും. നമ്മുടെ കുടുംബത്തിനകത്ത് ഇതെല്ലാം ഉണ്ടോ എന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം ഏറ്റവും രസമാണ്. ആരാണോ മയത്തിൽ സംസാരിക്കുന്നത്, ആരാണോ സ്നേഹത്തിൽ സംസാരിക്കുന്നത്, ആരാണോ നമ്മളോട് പോസിറ്റീവായി സംസാരിക്കുന്നത്, അവരോട് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആരാണോ കുറ്റപ്പെടുത്തുന്നത്, ആരാണോ കുത്തിപ്പറയുന്നത്, ആ സംസാരം അവിടെ വെച്ച് നിർത്ത്. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എന്നാലേ ആണുങ്ങളൊക്കെ ഫോൺ എടുത്തോളൂ. എന്നിട്ട് അവസാനമായി നിങ്ങളുടെ ഭാര്യ വിളിച്ചത് എത്ര സെക്കൻഡാണ് എന്നൊന്ന് നോക്കി വെക്ക് ഫോണിൽ. നിങ്ങളെ ഭാര്യ ഒന്ന് നിങ്ങൾക്ക് വിളിച്ചിരുന്നോ? എത്ര സെക്കൻഡ് ഉണ്ട് നോക്ക്. ഹലോ, ശരി, എത്ര സെക്കൻഡായി? ഭാര്യമാര് ഫോൺ എടുത്തോളൂ. ഭർത്താവും നിങ്ങളും അവസാനം സംസാരിച്ചത് എത്ര സെക്കൻഡാ നോക്കൂ. ഉണ്ടോ? ഒരു മിനിറ്റ് സംസാരിച്ചവരൊക്കെ ഉണ്ടോ? 5 മിനിറ്റ് സംസാരിച്ചവരുണ്ടോ? ഭർത്താവിനൊരു ഫോണിൽ, ഗൾഫിലല്ല നാട്ടിലുള്ള കൂടെ ജീവിക്കുന്ന ഭർത്താവിന് 5 മിനിറ്റ് സംസാരിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കച്ചറ ഉണ്ടായിണ്ടാവും. അല്ലാതെ 5 മിനിറ്റ് ഇരിക്കൂല. എന്താ നമ്മളെ അവസ്ഥ ആലോചിക്കുന്നത്? എന്നിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് നടക്കുക. കുടുംബം കാര്യമുണ്ട് ഉണ്ടോ? ഇനി എന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകൾ, ഉമ്മ ജീവിച്ചിരിക്കുന്നവർ ഒന്ന് കൈപൊക്കിയേ. സ്ത്രീകൾ, ഉമ്മ ജീവിച്ചിരിക്കുന്നവർ കൈ താത്തിയിട്ടോളൂ. ഇനി നിങ്ങൾ ഉമ്മാക്ക് വിളിച്ചത് എത്ര മണിക്കൂറാ നോക്കി. നിങ്ങൾ അവസാനമായിട്ട് ഉമ്മാക്ക് വിളിച്ച എത്ര മണിക്കൂറാ? ഒരു കാര്യം പറയാൻ വേണ്ടി ഉമ്മാനെ വിളിച്ചിട്ട് 2 മണിക്കൂറൊക്കെ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ വിളിച്ചിട്ട് ഉമ്മ ഞാൻ പറയാൻ വേറൊരു സ്ഥാനത്തിനെ വിളിച്ചിനി, അതെന്തെങ്കിലും പറയാൻ മറന്നുപോയി, അത് പിന്നെ വിളിച്ചു പറഞ്ഞ അല്ലേ. ഒരു സ്ഥാനം പറയാൻ വേണ്ടി ഉമ്മാനെ വിളിച്ചു. അപ്പൊ ഉമ്മാനെ വിളിച്ചാൽ എത്ര നേരാ ഫോണ്? എന്താ കാരണം? ഉമ്മ എപ്പോഴും മയത്തിലേ സംസാരിക്കൂ, ഉമ്മ എപ്പോഴും സ്നേഹത്തിലേ സംസാരിക്കൂ, ഉമ്മ എപ്പോഴും സപ്പോർട്ടീവായിട്ടേ സംസാരിക്കുള്ളൂ അല്ലേ. ഭർത്താവിനെ ഫോൺ ചെയ്താൽ ഭർത്താവ് ഫോൺ എടുത്ത് ചെവിയിലെടുക്കുക. എങ്ങനെ? എന്താടി നമ്മൾ പച്ചക്കറി എന്തല്ലാത്ത തക്കാളി, ഉള്ളി, പിന്നെ 2 പിന്നെ അല്ലേ. ബാക്കിയുള്ള വാട്സാപ്പ് കിട്ടേ കഴിഞ്ഞ്. ഉമ്മാനെ വിളിച്ച ഉമ്മ എങ്ങനെ ഫോൺ എടുക്കുക? ഉമ്മ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് എന്താ മോളെ നമ്മള് വെക്കുവോ? ഉമ്മാന്റെ അഭിസംബോധന അത് എന്താ മോളെ അല്ലേ. അതാ പ്രശ്നം. നോക്കൂ നിങ്ങള്. അപ്പൊ ആരാണോ നമ്മൾ ഇതൊക്കെ നടക്കുന്ന ഞാൻ പറയണേ. മയത്തിൽ സംസാരിച്ച നിങ്ങളെ ഭർത്താവ് മണിക്കൂറുകളോട് സംസാരിക്കും. പക്ഷെ നിങ്ങളെ സംസാരം മയം വേണം. ഉമ്മാനോട് പറഞ്ഞ അതേമാതിരി പറഞ്ഞു നോക്ക്. ഉമ്മാനോട് അല്ലേ. ഇനി ഉമ്മാനോട് നിങ്ങളൊന്ന് കച്ചറ ഉണ്ടാക്കി നോക്ക്. ഉമ്മാനോട് കച്ചറ ഉണ്ടാക്കിയ ഉമ്മ ഒതുങ്ങിത്തരും. നിങ്ങൾ ഭർത്താവിനോട് കച്ചറ ഉണ്ടാക്കി നോക്ക്. മൂപ്പര് ഒതുങ്ങൂല, നിങ്ങൾ ഒതുങ്ങൂല, പള്ളി കമ്മിറ്റിക്കും കൂടി ഒതുങ്ങൂല. എന്നിട്ടല്ലേ ബാക്കി. എന്നിട്ട് അവസാനം കച്ചറ കൗൺസിലിങ്ങിലെത്തും. അവിടെ ഒതുങ്ങുമോ? അറച്ച ആൾക്കാരായിരിക്കും, മരിച്ച വീട്ടിൽ നിന്നായിരിക്കും. ഇവിടെ ഒതുങ്ങണ്. വാർത്താനം പ്രശ്നമാണ്. നാവ് ഗ്യാരണ്ടി തരുമെങ്കിൽ 2 തുടയെല്ലുകൾക്ക് ഇടയിലുള്ളതും 2 താടിയെല്ലുകൾക്ക് ഇടയിലുള്ളതും നിങ്ങൾ ഗ്യാരണ്ടി തന്നാൽ സ്വർഗം ഞാനിതാ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക്. അതാണ് നാവ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ, വളരെ ചെറിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് വലിയ അലയൊലികൾ ഉണ്ടാകും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്. നമ്മളേവരും നമ്മുടെ മക്കൾക്ക്, ഇനിയുള്ള ഒരു തലമുറക്ക് മനോഹരമായ ഒരു സാധനമാണ് ഈ കുടുംബം എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത ഏറ്റെടുത്തവർ കൂടിയാണ്. ഇത് കുടുംബം എന്നത് സങ്കടങ്ങൾ ഉണ്ടാകുന്ന, കരച്ചിലിൻ്റെ, കണ്ണീരിൻ്റെ, നെടുവീർപ്പുകളുടെ കേന്ദ്രമല്ല. ഇത് സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഇഷ്ടപ്പെടലിൻ്റെയും ഇടമാണ് എന്ന് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള വളരെ കുറച്ച് ആളുകളിൽപ്പെട്ട ചിലർ നിങ്ങളാണ് എന്ന ഒരു ബോധത്തിൽ ഈ ഒരു മാറ്റം നിങ്ങളുടെ കുടുംബത്തിൽ
ഉണ്ടാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഏവരുടെയും കുടുംബത്തെ ഏറ്റവും സുദൃഢമായ ബന്ധമാക്കി നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെ ഇതുപോലെ നാളെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും ഇന്നലെ മരണപ്പെട്ട നമ്മുടെ പ്രമുഖനായ പണ്ഡിതൻ എം മദനി അദ്ദേഹത്തിന് ഉൾപ്പെടെ നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.